സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്, അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ഒരു വീഡിയോ. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു വലിയ കേരളം കത്തിക്കാൻ പാകത്തിൽ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് മഹേഷ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകന്റെ ആ ഒരു സംവിധാനത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു കാര്യത്തിൽ കൂടിയാണ് കേരളം കത്താൻ പോകുന്നതെന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താണ് ആ സംഭവം? പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. അതില് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുക മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ എന്ന് തുടങ്ങിയ വലിയൊരു താരനിര തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് ആ ഒരു സിനിമയുടെ പല കോണുകളിൽ നിന്നും നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കേരളം കത്തിക്കുമോ, തിയേറ്റർ കത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ കത്തും. തിയേറ്ററിൽ കൂടി കേരളം കത്താനായിട്ടും ഇനി അധികം സമയങ്ങളില്ല. ഇനി കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ആ സിനിമയുടെ റിലീസ് ഡേറ്റ് കൂടി നമുക്കിനി അറിഞ്ഞാൽ മതി. ആ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ പാക്കപ്പും കഴിഞ്ഞു. ഇന്നായിരുന്നു അതിൻ്റെ പാക്കപ്പ് കഴിഞ്ഞത്. അപ്പോൾ ഇനി അതിൻ്റെ എഡിറ്റിങ്ങും ബാക്കിയുള്ള പ്രോസസ്സും കഴിയും. എന്തായാലും ഈ ഒരു വർഷം തന്നെ ആ സിനിമയുടെ, അല്ലെങ്കിൽ ഒരു 2-3 മാസത്തിനകത്ത് തന്നെ മിക്കവാറും സിനിമയുടെ റിലീസ് ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അത് എപ്പോഴാണെന്ന് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. 2 മാസം കൊണ്ടൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ അങ്ങനെ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. എന്തായാലും അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു കോംബോ, ഹരികൃഷ്ണൻസ് പോലെയുള്ള സിനിമകളൊക്കെ കാണുന്ന സമയത്തെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കോംബോ ഇപ്പം ഈ ഒരു സമയത്ത് ഇനി വേണം, മലയാള സിനിമയിൽ അത് ആവശ്യമാണ്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുകൂടെ, മമ്മൂട്ടി മോഹൻലാലിനെ ഈ പറയുന്ന ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ഒരു പുരസ്കാരം അണിയിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പൊന്നാട അണിയിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും പേജുകൾ തമ്മിൽ കൊളാബറേഷൻ അക്സെപ്റ്റ് ആയി കിടക്കുമ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. ഈ ഒരു കൊളാബാണ് കേരളം കാത്തിരുന്നത്, അല്ലെ കേരളം കാത്തിരുന്ന ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് ഇട്ടിരുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ഒരു കൊളാബ് മാത്രമല്ല, മമ്മൂട്ടിയും മോഹൻലാലും ഒത്തുചേർന്നുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വരുന്നു. മമ്മൂട്ടിയാണോ വില്ലൻ, മോഹൻലാലാണോ വില്ലൻ, രണ്ടുപേരും നായകന്മാരാണോ, ഇനി പ്രതിനായകന്മാരാണോ, എന്താണ് രണ്ടുപേരുടെയും കഥാപാത്രമെന്ന് പോലും അറിയാത്ത രീതിയിൽ ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി വൻ വിജയത്തോടു കൂടി തന്നെ ആ ഒരു വിജയ വരവിന് വേണ്ടിയിട്ട്, ആ ഒരു കടന്നു വരുന്ന വീതികളെ രാജവീതികളാക്കിക്കൊണ്ടുള്ള ഒരു വരവിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കാത്തിരിക്കാം. ഇതിന് മുകളിൽ ഒരെണ്ണം വെക്കട എന്ന് എനിക്ക് പറയാൻ ആരോടും താല്പര്യമില്ല. കാരണം ഇതിന് മുകളിൽ ഒരുത്തിനും ഒന്നും വെക്കാനില്ല. മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളതിനെ ഗസ് ചെയ്ത് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും അത്. പിന്നെ മോഹൻലാൽ കൂടെ ഉണ്ടെങ്കിലോ അതിൻ്റെ അപ്പുറമായിരിക്കും. രണ്ടുപേരോട് അങ്ങോട്ട് ഒത്തുചേർന്ന് വന്നു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും 24 ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ അത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടില്ലേ ആ സിനിമയുടെ പാക്കപ്പ് സമയത്ത് അതിലേക്ക് ആ താരനിരയായിട്ടുള്ള നമ്മുടെ മോഹൻലാൽ എത്തുന്നു, മമ്മൂട്ടി എത്തുന്നു, കുഞ്ചാക്കോ ബോബൻ എത്തുന്നു, ഫഹദ് ഫാസിൽ എത്തുന്നു, പല താരനിരയിലുള്ള ആളുകളും എത്തുന്നു. വലിയ വലിയ താരനിരയിലുള്ള ഒരുപാട് ആളുകൾ എത്തി. ആ ഒരു സിനിമയുടെ പാക്കപ്പ് ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 24 ന്യൂസ് കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ: ഇനി തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള കാത്തിരിപ്പ്, പാട്രിയോട്ട് സിനിമയ്ക്ക് പാക്കപ്പ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി എന്തായാലും അതൊരു വൻ വിജയം തന്നെയായിരിക്കും, അതിലൊരു സംശയവുമില്ല. മമ്മൂട്ടി എത്തിക്കഴിഞ്ഞാൽ, അല്ലെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു പേര് അവിടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു വാറണ്ടിയാണ്, അല്ല ഒരു ഗ്യാരണ്ടീഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശ് അത് 100 ആണെങ്കിലും 200 ആണെങ്കിലും 3000 ആണെങ്കിലും 2000 ആണെങ്കിലും അത് വേർത്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ സിനിമ കണ്ണും പൂട്ടി വിശ്വസിച്ച് നമുക്ക് കാണാം. വൻ വിജയമായിരിക്കും, അല്ല നല്ലൊരു മികവായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ദൃശ്യ വിസ്മയമായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാവരും കൂടി
നമുക്ക് പങ്കുവെക്കുന്നത്. എന്തായാലും ആ ഒരു സിനിമ വൻ വിജയമാവട്ടെ, ആ ഒരു സിനിമ അടിച്ച് പൊളിച്ച് കയറി വരട്ടെ. ഇനി അതിലും കുരുപൊട്ടുന്ന കുറേ ആളുകളെ നമുക്കിനിയും കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുവരെ എന്തായാലും ആരും തല പൊക്കിയിട്ടില്ല, എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. മമ്മൂട്ടിയെ തകർത്തെറിയാനും മമ്മൂട്ടിയുടെ ജീവിതം നശിപ്പിക്കാനും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമാ ലൈഫ് ഇല്ലാതാക്കാനും ഒക്കെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്ന, കച്ചകെട്ടി മുന്നോട്ട് വന്ന ആളുകളുടെയൊക്കെ ഉള്ളിലിപ്പോൾ എന്തൊരു വിഷമമായിരിക്കും. എടാ അവൻ തിരിച്ചു വരുന്നുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ എടാ അവൻ തിരിച്ചു വരാൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ നല്ല വിഷമം, നല്ല കരച്ചിലും ഒക്കെ ആയിരിക്കും. ഇനി ആ കരച്ചിലിന് വീണ്ടും വീണ്ടും അങ്ങോട്ട് പവർ കൂടാൻ പോവാണ്. 74 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് ഒരു 8 മാസത്തോളം വലിയൊരു ഇടവേള ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ മുഖത്തുമൊക്കെ നമുക്ക് ആ ക്ഷീണം മനസ്സിലായതാണ്. എന്നാൽ ഈ പാട്രിയറ്റ് സിനിമയുടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോയിലും, ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും, ഇന്നിപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിലുമൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു 74 വയസ്സുകാരൻ്റെ മുഖമാണോ അവിടെ കാണാൻ സാധിക്കുന്നത്? ഒരിക്കലുമല്ല. നല്ല ചുള്ളനായിട്ടുള്ള, ചുറിയുറുക്കുള്ള നല്ലൊരു കിടിലം പയ്യൻ, നല്ല അടിപൊളി ഗ്ലാമറായിട്ടുള്ളൊരു ജെന്റിൽമാൻ വരുന്നതാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടിക്ക് 74 വയസ്സെന്നൊക്കെ പറയുന്നത് വെറും അക്കങ്ങൾ മാത്രമാണ്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഴിവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെന്നും നല്ല പവറോട് കൂടി തന്നെ മുന്നോട്ട് നിൽക്കും. അതെന്തായാലും കണ്ണു തട്ടാതെ അങ്ങനെ തന്നെ എന്നും ഉണ്ടാവട്ടെ. മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികൾക്കിടയിൽ മമ്മൂട്ടിയുണ്ട്. ആ മലയാള സംസ്കാരത്തിനിടയിൽ മമ്മൂട്ടിയുണ്ട്. അതേപോലെ തന്നെയാണ് മോഹൻലാലും. രണ്ടുപേരും കൂടി ഒരു ഒന്നൊന്നര തിരിച്ചുവരവ്, അല്ലെ ഒരുമിച്ചുള്ളൊരു വരവ്, അത് കാണാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു, മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്നു, നമ്മൾ കേരളീയരായിട്ടുള്ള നമ്മൾ മലയാളി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. എന്തായാലും അത് പെട്ടെന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.